നേരത്തെ നമ്മുടെ ഹൗസ് ഓണർ വന്നിരുന്നു. അയ്യോ, നീ രാവിലെ സ്ഥലം വിട്ടത് ഭാഗ്യം. ഈ എന്തായിരുന്നു തമിഴ് തെറി? നേരിട്ട് കണ്ടിരുന്നെങ്കിലേ നല്ല ഇടിയും കിട്ടിയനെ. എന്നിട്ടൊന്നുമില്ല, വാടക കൊടുക്കാത്തതിനെ ആ തോമസ് അടിമാലിയെ അടിച്ചിറക്കി. അവനത് വേണം. കഴിഞ്ഞ ആഴ്ച അവന്റെ ഉണ്ടായിരുന്നിട്ട് 50 രൂപ ചോദിച്ചിട്ട് അവൻ എനിക്ക് തന്നില്ല. നിന്നെ ഇറക്കി വിട്ട്. അതിന് ഞാൻ അവിടെ ഉണ്ടായിരുന്നില്ലല്ലോ. നിന്റെ പൂട്ട് തല്ലി പൊളിച്ച് അയാള് വേറെ പൂട്ടിട്ട് പെട്ടിയും പുല്ലും എടുത്ത് വെളിയിലെറിഞ്ഞു. അത് ശരി. ഞാൻ അതിർത്തന്റെ മുറിയുടെ വാതിക്കൽ വെച്ചിട്ടുണ്ട്. എങ്കിൽ പിന്നെ അതെടുത്ത് അകത്ത് വെച്ചൂടായിരുന്നു? അതിനെ പറ്റി കുറെ ചിന്തിച്ചു, എന്നിട്ട് വേണ്ടെന്ന് വെച്ചു. പെട്ടി അകത്തായാൽ ഓട്ടോമാറ്റിക്കലായിട്ട് തനിക്കൊരു കുടിയെടുപ്പ് അവകാശം വരും. അത് റിസ്കാ. വേറൊന്നും കൊണ്ടല്ല, നാട്ടിൽ നിന്ന് വന്ന 2 ഇരപ്പാളുകൾ കാരണം മുറിയിൽ ഓക്സിജൻ കിട്ടാൻ തന്നെ പിടിവലിയാ. താനാ ഉദയന്റെ അവിടെ നോക്ക്. നന്നായിരിക്കും. അവൻ തിരക്കഥ എഴുത്തില്ല. പട്ടി പ്രസവിച്ചു കിടക്കുമ്പോൾ നമ്മൾ അടുത്ത് ചെന്നാൽ എങ്ങനെ ഇരിക്കും, അതുപോലെ അവൻ തിരക്കഥ എഴുതുമ്പോ കടിച്ച് കീറികളെ. എങ്കിൽ പിന്നെ വേറെ എവിടെയെങ്കിലും നോക്കിരായപ്പാ. എടോ, തനിക്ക് എന്നെ പോലെ മാസത്തിൽ 4-5 ദിവസമെങ്കിലും ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് പോയാലെന്താ? വാടക കൊടുക്കാനുള്ള കാശുകൾ ഒപ്പിച്ചൂടെ? മോനെ റഫീഖെ, തന്നെ പോലല്ല ഞാൻ. എനിക്കൊരു ലക്ഷ്യമുണ്ട്. അവിടെ എത്താൻ ഞാൻ എന്തും ചെയ്യും.